രാത്രി 12 മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കോട്ടയ്ക്ക് ചെങ്കുവട്ടിയിലെത്തിയത്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അങ്ങനെ ആ നേരത്തെ നമ്മൾ നേരെ ഷെഫ് ലെബനനിലാണ് പോയത്. ഷെഫ് ലെബനന് 24 മണിക്കൂറാണ് സർവീസ്. നമ്മൾ ഫുഡ് എൻജോയിന് മാത്രമല്ല ഇവിടെ കയറിയത്. യാത്രാക്ഷീണം എല്ലാവർക്കും ഉണ്ടായതുകൊണ്ട് നല്ല റിലാക്സ് ആയിട്ട് ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. ലെബനന്റെ ആംബിയൻസ് ഒന്നും ഒരു രക്ഷയില്ലട്ടാ. സ്റ്റാർട്ട് ആയിട്ട് ചിക്കന്റെ മഷ്റൂമിന്റെ സൂപ്പിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തു. ഈ കൊണ്ടുവരുന്ന സാധനം ഞാൻ വീഡിയോന്റെ ആദ്യം തന്നെ കാണിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ലെബനൻ എനിക്ക് കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇവിടുത്തെ മട്ടൻ ബിരിയാണി. ആ മട്ടന്റെ മീറ്റ് ഒക്കെ ഉണ്ടല്ലോ, തൊട്ടങ്ങനെ പൊടിഞ്ഞു പോരും. മീറ്റും ആ റൈസും കൂടിയും കൂട്ടി പിടിച്ചൊരു കൈക്കലിന് കഴിച്ചാൽ മതി. അസോർട്ടഡ് മെസ്സ പ്ലേറ്റർ ആയിരുന്നു പിന്നെ നമ്മൾ എടുത്തത്. അതിൽ ഹുമ്മൂസ് മുത്തുബല്ലൊക്കെ വരുന്നുണ്ടാ. ഈ ഒരു പ്ലേറ്ററിൽ 5 ഫ്ലേവർ വരുന്നുണ്ട്. ഇതാണ് ഹുമ്മൂസ് ബെറൂത്തിയൂൻ. അതിങ്ങനെ ആ കുബൂസിന്റെ പീസിലേക്ക് വെച്ചിട്ട് കഴിക്കണം. ഇപ്പൊ ഈ കഴിച്ചൊരു കുബൂസ് ഉണ്ടല്ലോ, അത് ലൈവ് ആയിട്ടാണ് ഇവിടെ ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കഴിക്കുമ്പോണ്ടല്ലോ അതിന്റെ ഫ്രഷ്നെസ് ഫീൽ ചെയ്യൂട്ടാ. ഒരു മെക്സിക്കൻ പിസയും കഴിച്ചു. പിസന്റെ ബേസും ലൈവ് ആയിട്ടാണ് വെക്കേണ്ടത്. എന്റെ ഫാമിലിയിൽ കുറച്ച് റൈസിനോടാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ ഫറൂജ് അൽഫാം കപ്സ റൈസ് പ്ലേറ്റർ നമ്മൾ ഓർഡർ ചെയ്തേ. കബാബ്സിന്റെ ഒരു പ്ലേറ്റർ വേറെ തന്നെ ഉണ്ട് കേട്ടാ. നമ്മൾ ഇതാണ് ചൂസ് ചെയ്തേ. ഷെഫ് ലെവലിൽ ഇരുന്ന് നല്ല ഫുഡ് കഴിക്കാനുള്ള കംഫർട്ടും ആ ഒരു സർവീസിംഗും ഒരു രക്ഷയില്ലായിരുന്നേ. ഈ കൊണ്ടുവരുന്ന ഒരു സാധനമാണ് ലസാനിയ മീറ്റ്. ഈ ഒരു സാധനം കൊണ്ടുവന്ന് വെച്ചേക്കന്നെ ആ ചൂടോട് കൂടി കഴിക്കണം. ഇവിടെ ഏത് ഫ്രൂട്ടിന്റെ ജ്യൂസ് എടുത്താലും അത് പ്യുവറാ. ഞങ്ങൾ ഫുഡ് അടി നിർത്തിയാണ് നേരെ കളറിങ്ങിന് പോയി. കളറിങ്ങിനായിട്ട് ഒരു സെറ്റപ്പ് ഉണ്ട്. ഒരുപാട് ഡെസേർട്ട് ഉണ്ട്. ഇതാണ് ന്യൂട്ടല്ല ക്രൈപ്പ്. പിന്നെ ബക്ലാ വിത്ത് ഐസ്ക്രീം. ബക്ലാവും കുനാഫൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നേ. ഞാൻ കുനാഫിൽ ലെബനീസ് ചീസ് കുനാഫാണ് എടുത്തിരുന്നേ. ഇതൊക്കെ കഴിച്ചതിന് ശേഷം അനിയന് ലാസ്റ്റ് കിവിന്റെ ജ്യൂസ്. ലാസ്റ്റ് പെങ്ങൾ കളറിങ് കഴിഞ്ഞാണ്ട് ഉഷാറാക്കി കൊണ്ടുവന്നേ. ലാസ്റ്റ് ഈ സുലൈമാനി കുടിക്കുന്നത് എന്റെ ഏട്ടനല്ല, വാപ്പയാണ്. ഏതാ ചെറുപ്പക്കാരൻ, മാഷാ അല്ലാഹ്.